നമസ്കാരം, ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ. അനേകം വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കാര്യമാണ്. അതായത് ഏകദേശം 300 വർഷങ്ങൾക്ക് മുന്നേ. അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ ഗയാന എന്ന സൗത്ത് അമേരിക്കൻ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കുവാൻ. അവർ അവിടെ പണിയെടുത്തു, അവിടെ ജീവിച്ചു, അടുത്ത തലമുറയും അവിടെ ജീവിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി, നൂറ്റാണ്ടുകൾ കടന്നുപോയി. ബ്രിട്ടീഷുകാർ ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് അവിടെ നിന്ന് പോയി. ഇന്ന് ആ രാഷ്ട്രം ഭരിക്കുന്നത് ഇതേ ഇന്ത്യക്കാരുടെ പിൻതലമുറക്കാരാണ്. അവിടുത്തെ ഭരണാധികാരികളാണ്, വ്യവസായികളാണ്, എല്ലാ മേഖലയിലും ഉണ്ട്. ഈ രാഷ്ട്രത്തിൽ അടുത്തിടയ്ക്ക് ക്രൂഡ് ഓയിലിൻ്റെ വൻ സമ്പത്ത് കണ്ടെത്തി. എക്സോൺ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബഹുരാഷ്ട്ര കമ്പനിയാണ് അവിടെ ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തിയത്. അതോടുകൂടി ആ രാഷ്ട്രത്തിൻ്റെ തലവര മാറുകയായിരുന്നു. അവിടെ 40% വളർച്ചയുണ്ടാവുന്നു. ഈ രാഷ്ട്രത്തിന് കേരളത്തിൻ്റെ 5 ഇരട്ടി ഭൂവിസ്തൃതിയുണ്ട്. പക്ഷേ ജനസംഖ്യയോ വളരെ തുച്ഛമായിട്ട് 8 ലക്ഷം പേര് മാത്രമാണ്. അതിൽ ബഹുഭൂരിപക്ഷവും ജോർജ് ടൗൺ എന്ന അവരുടെ ക്യാപിറ്റലിലാണ്. ബാക്കി പ്രദേശങ്ങൾ കൂടുതലും വനമേഖലയാണ്. ഈ ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തിയതോടുകൂടി ആ രാഷ്ട്രത്തിൻ്റെ തലവര മാറുകയും ഒട്ടേറെ പ്രോജക്റ്റുകൾ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക്, അതായത് ഇന്ത്യക്കാർക്ക് ഒരു സുവർണ അവസരമാണ്. അവിടെ പോയി നിക്ഷേപം നടത്താൻ, അവിടെ പോയി ബിസിനസ് ചെയ്യാൻ, അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ. ഈ അവസരം നമ്മൾ വേണ്ടവണ്ണം ഈ സമയത്ത് ഉപയോഗിച്ചാൽ 70കളിലും 80കളിലും ഗൾഫിൽ ബിസിനസ് സ്ഥാപിച്ചവർക്ക് ഉള്ള അതേ മെച്ചം നമുക്കും കിട്ടാം.